ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പൈനാപ്പിൾ വെച്ചിട്ട് ഒരു മധുര പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് ഒരു മധുര പച്ചടി ഉണ്ടാക്കുന്നത് ഈസി ആയിട്ടെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അധികം സമയമൊന്നും എടുക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടുള്ള നല്ല കുറുകിയ മധുര പച്ചടി നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും ഒരു പൈനാപ്പിളിൻ്റെ കാൽ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാൾ ചെറുതായിട്ടും കട്ട് ചെയ്യാം. അതുപോലെ ഒരു 4-5 പച്ചമുളകും കൂടെ നെടുകെ കീറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തിനാന്ന് വെച്ചാൽ എരിവിന് ആവശ്യത്തിനനുസരിച്ചാണ് നമ്മൾ പച്ചമുളക് ചേർക്കുന്നത്. ഞാനിവിടെ ഒരു 4-5 പച്ചമുളക് നെടുകെ കീറി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഏകദേശം 1 കപ്പോളം വെള്ളം ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പൈനാപ്പിളിൻ്റെ ആ ഒരു കഷ്ണത്തിലൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. ഏകദേശം 1 സ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും കൂടെ നല്ലോണം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഇളക്കുക. അതിന് മുമ്പായിട്ട് കറിവേപ്പില ചേർക്കാൻ മറന്നു പോകരുത്. അപ്പോൾ കറിവേപ്പില ചേർക്കും തോറും ആ ഒരു കറിക്ക് മണവും ഗുണവും ഒക്കെ കൂടും. അപ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി നമുക്ക് പച്ചടിയിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതുപോലെ 1.5 സ്പൂൺ ജീരകം, 1 സ്പൂൺ കടുക്, ആവശ്യത്തിന് കറിവേപ്പില, അതുപോലെ 2 പച്ചമുളക്, ഇതെല്ലാം കൂടെ കൂട്ടി ഇങ്ങനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി നമുക്ക് ആ ഒരു പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് മുന്നേ നമ്മൾ പൈനാപ്പിൾ വെന്തോന്ന് നോക്കുക. വെന്ത് നല്ല വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൂട്ട് നമ്മൾ ഈ ഒരു പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സി കഴുകിയ വെള്ളവും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. അപ്പോൾ ഏകദേശം പൈനാപ്പിൾ നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആക്കി കൊടുക്കുവാണ്. വെന്തോന്ന് നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ. ഈ ഒരു അരപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുവാണ് കേട്ടോ. ഇനി ഈ ഒരു അരപ്പ് കിടന്നൊന്ന് തിളച്ച് വരണേ. ഇപ്പോൾ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ ഒരു പൈനാപ്പിളിൽ കിടന്ന ആ ഒരു അരപ്പൊക്കെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. ഞാനിവിടെ 2 സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ മധുരം അനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത്. പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈനാപ്പിളിന് അത്യാവശ്യം മധുരം ഉണ്ടെങ്കിൽ പഞ്ചസാര ചേർക്കണമെന്നില്ല. ഇതിപ്പം മധുരം കുറവുള്ള പൈനാപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. മധുരം കുറവാണ്. കണ്ടു കഴിഞ്ഞാൽ നല്ല പഴുത്തതുപോലെ തോന്നും. പൈനാപ്പിളിൻ്റെ സീസണൊന്നും അല്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ കഴിച്ച് കഴിയുമ്പോൾ അധികം മധുരം ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 2 സ്പൂണ് 2-2.5 സ്പൂണോളം ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പഞ്ചസാര ഹെൽത്തി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചസാര ഹെൽത്തി അല്ല. ശർക്കര ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ശർക്കര ചേർക്കാം. എന്നാലും പഞ്ചസാര ചേർക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് പച്ചടിയുടെയൊക്കെ ആ ഒരു സ്വാദ് വരുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഈ ശർക്കരയ്ക്ക് ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് അല്ലേ. അപ്പം ശർക്കര ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു ടേസ്റ്റായിട്ട് മാറും. അതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് പാന് മാറ്റി കൊടുക്കാം. എന്നിട്ട് മറ്റൊരു പാന് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ ഒരു പാന് ചൂടാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഒന്ന് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പച്ചടി ഏകദേശം റെഡിയായി. അതിപ്പോൾ തണുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വച്ചേക്കുവാണ്. ഈ ഒരു പാനിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വറ്റൽമുളക്, കറിവേപ്പില, കടുക്, ഇത് 3ഉം കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മളിതാ കടുക് താളിച്ച് കഴിഞ്ഞു. ഇനി താളിച്ച കടുക് നമ്മളെടുത്ത് മാറ്റി വയ്ക്കുക. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പച്ചടി തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അധികം പുളിക്കാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പൈനാപ്പിൾ പച്ചടിക്ക് അധികം പുളിക്കാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ. ഒത്തിരി പുളിച്ച തൈര് ചേർത്ത്
ചേർത്ത് കൊടുത്താൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരില്ല. അതുകൊണ്ട് തന്നെ അധികം പുളിക്കാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാനേ. എന്നാൽ ഒട്ടും പുളിയില്ലാത്ത തൈരും ചേർക്കരുത്. അത്യാവശ്യം പുളിയുണ്ടോ? പുളിയുണ്ട്, പക്ഷേ ഒത്തിരി പുളിയാണോ? ഒത്തിരി പുളിയല്ല. അങ്ങനത്തെ ഒരു മീഡിയം സൈസ് പുളിയുള്ള തൈര് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. തൈരൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അതാ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല കുറുകിയ നല്ല മധുരപ്പച്ചടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ ഒരു താളിച്ച വച്ചിരിക്കുന്ന ആ ഒരു കടുകും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ താളിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യും പോലെ കുറച്ച് ആ ഒരു പാനിൽ, ആ കടുക് താളിച്ച പാനിൽ കൂടെ ഇങ്ങനെ പകർന്നിട്ട് അത് തിരിച്ച് ഇതിലേക്ക് തന്നെ പകർന്നൊഴിക്കും. അതെന്തിനാണെന്നറിയാമോ? ഈ കടുക് താളിച്ച പാത്രത്തിലെ മുഴുവനും എണ്ണയും ആ ഒരു കിച്ചടിയിൽ ചേരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങളങ്ങനെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഞാനങ്ങനെ ചെയ്യാറുണ്ട്. കണ്ടാണ് കേട്ടോ ഞാനിത് പഠിച്ചത്. അപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മധുരപ്പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദാണ്. ഇങ്ങനെ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.